നിങ്ങൾക്ക് എന്താ പറ്റിയേ? എനിക്ക് കേസ്. ആരുമായിട്ട് കേസാന്തര? ഇപ്പൊ ഞങ്ങള് പോലീസ് സ്റ്റേഷനല്ല കൊണ്ട് എല്ലപ്പാ നിങ്ങൾ ഡോക്ടർ നമ്പർ എത്ര? 23. അപ്പൊ നിങ്ങളായിരിക്കും വിളിക്കുന്നത്. ഡോക്ടർ ഫീസ് എത്രയായിരുന്നു? 300 റുപ്യ. കുഴപ്പമില്ല, അതൊക്കെ ശരിയാക്കാം. ഇല്ലപ്പാ അതിനെ കുറിച്ച് അതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആള് വന്നിട്ടുണ്ട്. എന്താ പേരെന്താ? പേര് ഉണ്ടപ്പുരുഷു. ഉണ്ടപ്പുരുഷു അതെന്ത് പേരാണ്? നാട്ടിൽ തന്നെ ഉണ്ടപ്പുരുഷനെ ഡോക്ടറെ വിളിക്കല്. നാട്ടിൽ നിന്ന് വിളിക്കുന്ന പേരല്ല, ഇതിന്റെ യഥാർത്ഥ പേര്. യഥാർത്ഥ പേര് പുരുഷോത്തമൻ. വയസ്സെത്ര? അടുത്ത കുംഭത്തിലേക്ക് 50 വയസ്സ്. എന്താ ബുദ്ധിമുട്ടെന്താ? ബുദ്ധിമുട്ട് ഒരാഴ്ചയായിട്ട് ഡോക്ടറെ പനിയും തലവേദനയിലായിട്ട് ആഴ്ചയായി. പനിയും തലവേദന. കൂട്ടിക്കോ. എന്താ ചിരിക്കുന്നേ? ഡോക്ടർ ചെവിയിൽ വെക്കാണ്ട പരിശോധിക്കുന്നത്. ചെവിയിലൊന്നും വെക്കണ്ടടാ. ഇവിടെ വെച്ചാൽ തന്നെ എന്റെ കാര്യങ്ങളെ വീഴ്ത്തി. അതെയാ? പിന്നെ അതിന്റെ ഒരു സമാധാനത്തിന് ഡോക്ടറെ ഇന്റെ സമാധാനത്തിന് വേണ്ടിട്ട് മാത്രം നോക്കാം. ഇന്റെ സമാധാനം പിന്നെ ഇല്ലേ ഡോക്ടറെ, ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലേ? കാണുമ്പോ പറയുമല്ലോ ആനക്കുട്ടീനെ പോലെ ഉണ്ടല്ലോ. ഞാനൊരു നാരങ്ങ തിന്നില്ല ഡോക്ടറെ രാത്രിയാകുമ്പോ. നാരങ്ങ തിന്നിട്ട് ഇങ്ങനെ ആരോഗ്യം? പിന്നെ ഞാൻ വരുമ്പോ ഹോട്ടലിൽ ഒരു ബിരിയാണി കഴിക്കാൻ ഓളതൊന്നും അറിയില്ല. അതല്ലേ പറയാം, ദിവസം ബിരിയാണി തന്നോണ്ടല്ലേ ഈ ആരോഗ്യം. പിന്നെ ഇല്ലേ ഡോക്ടറെ, ഈ നമ്മള് ചളി തിന്നാലുണ്ടാവില്ല വല്ലാത്തൊരവസ്ഥ, അതേപോലെയാണ് വായില്ല. നമ്മളല്ല ഇനി ചളി നമ്മൾ നിങ്ങൾ കച്ചവടം തുടങ്ങി അതുപോലെ വരുന്ന ഡോക്ടറെ. ഒരു കാര്യം ചെയ്യും, രക്തവും മലവും മൂത്രവും ഒന്ന് ടെസ്റ്റ് ചെയ്യണം. രക്തം ഫാസ്റ്റിംഗില് വന്നിട്ട് ടെസ്റ്റ് ചെയ്യണം. മൂത്രം ഒരു ബ്രാൻഡി കുപ്പിയിൽ എടുത്താ പോരെ? ഒരു തൊട്ടി തന്നെ ഇങ്ങോട്ട് ഇവിടുന്ന് നമുക്ക് എല്ലാവർക്കും കുടിക്കാൻ. അതല്ല ഡോക്ടറെ, ഇത് കുറച്ച് മതിയുടെ മറ്റേത് ഇലവാറ്റി ചുറ്റി എടുത്താ പോരെ? അതാ പിന്നെ ഒരു ബിരിയാണി ചെമ്പ് കൊടുത്തോ. എല്ലാം കുറച്ച് മതിയുടെ കുറച്ച് മതി. പിന്നെ വേറെ ഈ 2 ദിവസമായിട്ട് ഒരു ശ്വാസം മുട്ടൽ പോലെ വന്നിട്ടുണ്ട്. ശ്വാസം മുട്ടലുണ്ട് അല്ലേ? ഒരു കാര്യം എങ്ങനെ എല്ലാം നമുക്ക് ശരിയാക്കാം കേട്ടോ. ഒന്ന് കൊരക്ക്, ഒന്ന് കൊരക്കടാ, കൊരക്കടാ ഒന്ന്. പേടിക്കാൻ തോന്നുന്നു.